നമുക്കൊരു മിഷനുണ്ട്. ഇവിടുത്തെ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് ഒരു 3W ഉൾപ്പെട്ടതാണ്. എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. വാട്ട്? മീറ്റ് മിസ്റ്റർ സമീർ മോഡി. നമ്മുടെ മോഡിക്ക് എൻ്റെ ഗോഡ് ഫാദറായ, നമ്മുടെ ഏവരുടെയും കണ്ണുലുണ്ണിയായ, ആരാധ്യനായിട്ടുള്ള സമീർ മോഡി സാറിനെ പേഴ്സണലി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വാട്ടെന്ന് പറയുന്നത്. അത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ 2021 അപ്പൊ നമുക്കങ്ങനെ മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായും നേടേണ്ടെന്നൊരു കാര്യമുണ്ട്. 2021 ഡിസംബറിനകം നമുക്കൊരു മില്യണിയർ ആകണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള ഒരു വരുമാനം ഉറപ്പായും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഓരോരുത്തരും അറ്റൻഡ് ചെയ്യുന്നത്. ശരിക്കും ഈ പ്രോഗ്രാം നമ്മൾ 6 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ബട്ടർഫ്ലൈയുടെ മുട്ടയിൽ നിന്നും അതൊരു പുഴുവായി, ഒരു പൂപ്പയായി, ഒരു ശലഭമായി പറന്നുയരാൻ നിങ്ങൾക്കും നിങ്ങളോടൊപ്പമുള്ള 100 കണക്കിന് ആൾക്കാർക്കും സാധിക്കണം. ഇവിടെ ഈ മുട്ടയായിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ ഇങ്ങനെ ഒരു മനോഹരമായ ഒരു ബട്ടർഫ്ലൈ ആയിട്ട് ഈ മുട്ടയ്ക്ക് മാറാൻ കഴിയുമെന്ന്? ഈവൻ ഒരു പുഴുവായിരിക്കുന്ന സമയം പോലും പുഴുവിനെ നോക്കിയേ, ഒരു 5-6 കാലുകളെന്ന് തോന്നിക്കുന്ന കുറെ ഭാഗങ്ങളും കണ്ടാൽ അറപ്പ് തോന്നുന്ന ഒരു പുഴുവാണ്. ഈ പുഴു സ്വയം ത്യാഗം ചെയ്തുകൊണ്ട് അതിൻ്റെ തന്നെ ജീവൻ പൂർണ്ണമായും വെടിഞ്ഞുകൊണ്ടാണ് ആ തുടുപ്പ് മാത്രം അവശേഷിച്ചുകൊണ്ട് പ്യൂപ്പയായി മാറുന്നത്. ഇതിനകത്ത് നടക്കുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഈ ഒരു പുഴു അതിനെ പുറന്തോട് തട്ടിക്കൂട്ടി അത് പൊളിച്ചെടുത്ത് അതിനകത്തേക്ക് നുഴഞ്ഞു കയറി അതിലേക്ക് ഒതുങ്ങി ശരിക്കും ആ പുഴു തന്നെ ഇല്ലാതായി മറ്റൊരു അവതാരമായി, ഈ അവതാരമായി അവതരിപ്പിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഈ ചിത്രശലഭത്തിന് ഏറ്റവും കൂടുതൽ ചലഞ്ചസ് നേരിടേണ്ടി വരുന്നത്. കാര്യം ഈ കട്ടിയുള്ള പുറന്തോടിനെ പൊട്ടിച്ചു പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ഈ ചിത്രശലഭത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ്. എത്ര ശക്തമായിട്ടാണെന്ന് അറിയാമോ അതിനകത്ത് ആ തോടിനകത്ത് കിടന്ന ആ ശലഭം ചിറകടിക്കുന്നത്, അല്ലെങ്കിൽ അത് കഷ്ടപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ ചലഞ്ചാണ് വാനോളം പറന്നുയരാൻ വേണ്ടി അതിൻ്റെ ചിറകുകൾക്ക് ശക്തി നൽകുന്നത്. പലപ്പോഴും നമ്മൾ ജീവിതത്തിലെ പ്രതിസന്ധികളെ നമ്മളെ തളർത്താൻ വരുന്നു എന്നും കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധികളാണ് എന്തും നേരിടാനുള്ള ശക്തി നമുക്ക് നൽകുന്നത്. അപ്പൊ ഈ ചിത്രശലഭം ഈ കൂട് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നതിനുള്ള ആ പ്രയത്നത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ശലഭത്തിന്റെ ചിറക് വിരിയുന്നത്. അതിലുള്ള എനർജി കണ്ടെത്താൻ കഴിയുന്നത്. അത് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി വാനിലേക്ക് പറന്നുയരുകയാണ്. തീർച്ചയായും ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുപോലെ മോഡി കെയർ എന്ന് പറയുന്ന വിശാലമായ ഈ സാമ്രാജ്യത്തിൽ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ, വലിയ വരുമാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചിത്രശലഭത്തിന്റെ മുട്ട എങ്ങനെയാണോ കാറ്റർപില്ലർ ആയത്, എങ്ങനെയാണോ അത് പൂപ്പയായി ചുരുങ്ങിയത്, എങ്ങനെയാണോ
അതിൽ നിന്നും പൊട്ടിച്ച് ആ തോട് പൊട്ടിച്ച് പുറത്തു വന്ന് ചിത്രശലഭമായി പറക്കാൻ കഴിയുന്നത്. കാറ്റർപില്ലർ ടു ബട്ടർഫ്ലൈ. വളരെ മനോഹരമായ ഒരു ജീവിതം, വളരെ വിശാലമായ ഒരു ജീവിതം, ഒരു ലോകം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ. നമുക്ക് നോക്കാം. വളരെ സമ്പന്നതയിലൂടെ ഒരു ലോകം. ഇഫ് യു വാണ്ട് ടു ബി റിച്ച്, ഡ്രോപ്പ് ദി മൈൻഡ് സെറ്റ് ഓഫ് ദി പുവർ. ഈ കൂടുതൽ ആൾക്കാരുടെയും എന്തുകൊണ്ട് ആൾക്കാർ ജീവിതത്തിൽ വിജയിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ ആണിത്. ആൾക്കാർക്ക് സമ്പന്നരാകണം, പക്ഷെ അവരുടെ മൈൻഡ് സെറ്റോ, അവരുടെ മനസ്സിനെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പാവപ്പെട്ടവന്റെ മൈൻഡ് സെറ്റാണ് അവനുള്ളത്. ആ പാവപ്പെട്ടവന്റെ മൈൻഡ് സെറ്റ് പുകച്ച് പുറത്തു കളയണം. അതിൽ നിന്ന് നമ്മൾ ഒരു ചിത്രശലഭമായി നമുക്ക് പാറി നടക്കാൻ സാധിക്കണം, പറന്നുയരാൻ സാധിക്കണം. വിശാലമായ മോഡിക്കന്റെ ലോകം എന്താണെന്ന് നമുക്ക് കാണുവാനും ആ വിശാലമായ മോഡിക്കന്റെ ലോകത്തിലൂടെ അതിന്റെ ബിസിനസ് സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ധാരാളം ആൾക്കാരുടെ ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പുവർ മൈൻഡ് സെറ്റ്, പാവപ്പെട്ടവന്റെ മൈൻഡ് സെറ്റ്, പാവപ്പെട്ടവൻ എപ്പോഴും ചിന്തിക്കുന്നത് അന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പാവപ്പെട്ടവൻ എപ്പോഴും അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നും പാവപ്പെട്ടവനായിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി പാവപ്പെട്ടവനായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി അവന്റെ മനോഭാവമാണ്. കാര്യം പാവപ്പെട്ടവനായിട്ടിരിക്കാനുള്ള മനോഭാവമാണ് അവനുള്ളത്. അവൻ ഏതിലും തടസ്സങ്ങളാണ് കാണുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സീയിങ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കിവിടെ നമ്മുടെ യഥാർത്ഥ റിയാലിറ്റിയിൽ നിന്നും മോഡിക്കേണ്ട പോസിബിലിറ്റീസിലേക്ക് നമ്മുടെ മനസ്സ് തുറക്കാൻ, നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ, ഇതിന്റെ അനന്തമായ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് മോദി കെയർ എന്ന് പറയുന്ന ഈ വിശാലമായ ലോകത്തിന്റെ അബണ്ടൻസ് ഓഫ് വെൽത്ത് ഉണ്ടാകുന്ന, അബണ്ടൻസ് ഓഫ് ഹാപ്പിനെസ് ഉണ്ടാകുന്ന ആ സാധ്യതകളുടെ ലോകത്തേക്ക് നിങ്ങളുടെ മനസ്സ് തുറക്കാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും ഹാർദവമായി സ്വാഗതം ചെയ്യാൻ പോവാണ്. വീണ്ടും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഡിയർ ഫ്രണ്ട്സ്, മനസ്സ് തുറക്കൂ. ഒരു സമ്പന്നന്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. ഒരു സമ്പന്നനായി നിങ്ങൾ ജനിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഒരു സമ്പന്നനായി ജീവിക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കണം. എങ്കിൽ മാത്രമേ ഈ ബിസിനസ്സും ഇതിന്റെ സാധ്യതകളും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ. ഈ റോബർട്ട് ടി കിയോസാക്കി എന്ന് പറയുന്ന എഴുത്തുകാരൻ ലോകത്ത് കോടിക്കണക്കിന് പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം. രണ്ട് അച്ഛന്മാരാണ്. ഒന്ന് പുവർ ഡാഡ്, അത് മറ്റാരുമല്ല, അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്. ആ പ്രൊഫസറായിട്ടുള്ള തൻ്റെ അച്ഛന്റെ ചിന്താഗതിയും തൻ്റെ ഫ്രണ്ടായ സുഹൃത്തിന്റെ അച്ഛൻ, ബിസിനസ്സുകാരനായ അച്ഛന്റെ ചിന്താഗതിയും തങ്ങളിലുള്ള പൊരുത്തപ്പെടലുകളും പൊരുത്തക്കേടുകളുമാണ് യഥാർത്ഥത്തിൽ ഈ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഈ റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. ഇതിന്റെ മലയാളം പതിപ്പ് തീർച്ചയായും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. വായിക്കണം. ഒരു പാവപ്പെട്ടവന്റെ മൈൻഡ് സെറ്റ് എന്താണെന്നും ഒരു സമ്പന്നന്റെ മൈൻഡ് സെറ്റ് എന്താണെന്നും നമ്മളോട് കൃത്യമായി വരച്ച് കാണിക്കുന്ന ഒരു പുസ്തകമാണിത്. ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ, നേട്ടങ്ങൾ നേടണമെങ്കിൽ തീർച്ചയായും വിജയിച്ച ആൾക്കാരുടെ പാതകൾ നമുക്ക് പിന്തുടരേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഇതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്
ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്ന് പറയുന്ന ഈ പുസ്തകം ESIB എന്നാണ് പറയുന്നത്. ESIB, ഗൈഡ് ടു ഫൈനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു യാത്ര, അവിടെ എത്തിച്ചേരാനുള്ള ഒരു യാത്ര. ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്നാ പറയുന്നത്. ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ 4 ഭാഗം. നമ്മളൊരു സമചതുരത്തിനെ അല്ലെങ്കിൽ ചതുരത്തിനെ എടുത്ത് 4ആയിട്ട് ഭാഗിച്ചാൽ അതിന് 4 ഭാഗമുണ്ടാവും. ഫസ്റ്റ് ക്വാഡ്രന്റ് ലെഫ്റ്റ് സൈഡിലെ ടോപ്പ്, സെക്കൻഡ് ക്വാഡ്രന്റ് ലെഫ്റ്റ് സൈഡിലെ അടിവശത്തുള്ളത്, തേർഡ് ക്വാഡ്രന്റ് റൈറ്റ് സൈഡിൽ അടിവശത്തുള്ളത്, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ മേളിലുള്ളത്. തീർച്ചയായും നമ്മളേവരും പണം സമ്പാദിക്കാൻ തന്നെയാണ് മോഡിക്കർ ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പണം സമ്പാദിക്കുന്നതോടൊപ്പം തന്നെ പലരുടെയും ജീവിതം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ശരിയല്ലേ ഡിയർ ഫ്രണ്ട്സ്? ഞാനൊരു 4-5 ആൾക്കാരെ കോമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ ഇതിൽ 4 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. പണം സമ്പാദിക്കാൻ ലോകത്തെ ആൾക്കാർ 4 രീതികളാണ്. 4 രീതികളിലൂടെയാണ് പണം സമ്പാദിക്കുന്ന ആൾക്കാർ. ഒന്ന്, ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ, ഒരു ജോലിക്കാരൻ എന്നുള്ള നിലയിൽ പണം സമ്പാദിക്കുന്ന ആൾക്കാർ, അതാണ് അത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയും. 4 ഭാഗത്തിൽ 1-ാമത്തെ ഭാഗം. 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയി എന്നാ പറയുന്നത്. മറ്റേത് നമ്മളൊരു ജോലിക്കാരനാണ്. ഇവിടെ നമ്മൾ ഒരു ജോലി നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ട്, നമ്മൾ ആരുടെയും കീഴിലല്ല വർക്ക് ചെയ്യുന്നത്. അതാണ് സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയാൻ. 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ, പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള്. 4-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ബിസിനസ് ഓണർ. നിങ്ങൾക്ക് മനസ്സിലായോ 4 മാർഗങ്ങൾ? അപ്പം ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ ആൾക്കാർ പണം സമ്പാദിക്കും, സെൽഫ് എംപ്ലോയിഡ് എന്നുള്ള നിലയിൽ ആൾക്കാർ പണം സമ്പാദിക്കും, ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ ആൾക്കാർ പണം സമ്പാദിക്കും, ബിസിനസ് ഓണർ എന്നുള്ള നിലയിൽ ആൾക്കാർ പണം സമ്പാദിക്കും. ഈ ലോകത്ത് 4 രീതിയിലാണ് ആൾക്കാർ പണം സമ്പാദിക്കുന്നത്, അവരുടെ ജീവിത സ്വപ്നങ്ങൾക്ക് വേണ്ടി, അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അമേരിക്കയിലെ ജെ പോൾ ഗെറ്റി എന്ന് പറയുന്ന ഒരാളുണ്ട്, ജെ പോൾ ജെട്ടി. അദ്ദേഹം പറയുന്നത്, I would rather earn 1% of a 100 people's effort than 100% of my own effort. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം എൻ്റെ 100% എഫേർട്ട്, കഠിനാധ്വാനം കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈസിയായും ലാഭകരമായും എനിക്ക് 100 ആൾക്കാരുടെ 1% എഫേർട്ട് കൊണ്ട് നേടിയെടുക്കാൻ കഴിയും എന്നാണ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ, അദ്ദേഹം ഒരു ഓയിൽ കിങ് ആണ്, ജെ പോൾ ജെട്ടി എന്ന് പറയുന്ന ആള്, അദ്ദേഹം പറയുന്നു. അപ്പോ നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന്റെ ആശയം നിങ്ങൾ മനസ്സിൽ ഓർത്തോണം. നമ്മുടെ സ്വന്തം അധ്വാനത്തിന്റെ സ്വന്തമായി 100% നമ്മൾ അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ജീവിതത്തിൽ 100 ആൾക്കാരുടെ 1% അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരാള് എന്താണ് ചെയ്യുന്നത്? ഈ എംപ്ലോയി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് 100% എഫേർട്ട് ഇട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ജോലി ചെയ്തിട്ട് അതിനുള്ള ശമ്പളമാണ് കിട്ടുന്നത്. അതൊരു ഓഫീസിലെ പിയൂൺ ആയാലും ശരി തന്നെ, ഒരു കമ്പനിയുടെ സിഇഒ ആണെങ്കിലും ശരി തന്നെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് സിഇഒ അല്ലെങ്കിൽ MD, അവരെല്ലാം എംപ്ലോയീസ് ആണ്. ആ എംപ്ലോയീസിന് ജോലിയുണ്ട്. അവരെത്ര നേരം ജോലി ചെയ്യുന്നു അതിനുള്ള ശമ്പളം അവർക്ക് കിട്ടും. ഒരാൾക്ക് 24 മണിക്കൂറേ ഉള്ളൂ ഒരു ദിവസം. അത് എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും ഒരുപോലെയാണ്. ഒരു എംപ്ലോയി ആയിട്ടുള്ള ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ 10 മണി തൊട്ട് 5 മണി വരെയൊക്കെ വർക്ക് ചെയ്യാം. ഇപ്പൊ തുണിക്കടകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ 10 തൊട്ട് രാത്രി 8 മണി വരെ, 9 മണി വരെ, 10 മണി വരെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കടകളിൽ, പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ജീവിതത്തിൽ വേറെ ഒന്നിനും ഒരു സമയം കിട്ടത്തില്ല. അതിന് ഫുൾ ടൈം വർക്കാണ്. പക്ഷെ തുച്ഛമായ വേതനമാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം
കാര്യം അവരെത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നോ, ഇപ്പൊ 6 മണി വരെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ വേണമെങ്കിൽ 2 മണിക്കൂർ കൂടെ അയാൾക്ക് ഓവർ ടൈം ചെയ്യാൻ കഴിയും കൂടിപ്പോയാൽ, അല്ലെങ്കിൽ 3 മണിക്കൂർ പരമാവധി ചെയ്യാൻ കഴിയും. ആ 3 മണിക്കൂർ അദ്ദേഹം സ്വന്തമായി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ജോലി ചെയ്താൽ ഒരു എക്സ്ട്രാ ഇൻകം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏൺ ചെയ്യാൻ കഴിയും ഒരു എംപ്ലോയിക്ക്. കാര്യം അവിടെ സമയത്തിന് ലിവറേജ് ഇല്ലാത്ത ഒരു സ്ഥലമാണ് എംപ്ലോയി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻകം എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും, എണ്ണിച്ചുട്ടപ്പം പോലെ ലിമിറ്റഡ് ആയിരിക്കും എംപ്ലോയിക്ക്. അപ്പൊ ആദ്യത്തെ മണി മേക്കിംഗ് സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി ഒരു എംപ്ലോയി എന്നുള്ള നിലയിൽ. രണ്ടാമത്തെ മണി മേക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായ ഒരു ജോലി ഉണ്ടെന്നുള്ളതാണ്. മറ്റേത് നമ്മൾ വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാണ്. സെൽഫ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ സ്വയം ജോലി കണ്ടുപിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിനടുത്ത ഒരു കച്ചവടക്കാരൻ, ഒരു പലചരക്ക് കടക്കാരൻ, ഒരു ബ്യൂട്ടീഷ്യൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നടത്തുന്ന ആള്, അങ്ങനെയുള്ള ആൾക്കാർ എല്ലാം സെൽഫ് എംപ്ലോയിഡ് ആണ്. ഡോക്ടേഴ്സ് സെൽഫ് എംപ്ലോയിഡ് ആണ്. എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, ഇവരെല്ലാം സെൽഫ് എംപ്ലോയിഡ് ആണ്. നമ്മുടെ നാട്ടില് നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സെൽഫ് എംപ്ലോയിഡ് ആൾക്കാരെയാണ് നമ്മൾ ചോദിക്കുക. പയ്യൻ എന്താ പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുന്ന അറിയാവോ? ചെറിയ കച്ചവടം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നെന്ന് പറയും, ബിസിനസ് എന്ന് പറയും. യഥാർത്ഥത്തിൽ അതൊന്നും ബിസിനസ് അല്ല. സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. അദ്ദേഹം മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാതെ സ്വന്തമായ ഒരു തൊഴിൽ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒരു തുണിക്കട നടത്തുക, ഒരു ബ്യൂട്ടി പാർലർ നടത്തുക, ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യുക, സെൽഫ് എംപ്ലോയിഡ് ആണ്. ദെൻ അടുത്ത മൂന്നാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ. അപ്പൊ ഇങ്ങനെ കാശ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. മൂന്നാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ എന്ന് പറയും. ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ കുറച്ച് കാശുണ്ട്, പാരമ്പര്യമായിട്ട് കാശുണ്ടാക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാശുണ്ടാക്കും, അല്ലെങ്കിൽ കുറെ വസ്തു കൊണ്ട് അതൊക്കെ വിറ്റ് കാശുണ്ടാക്കി. ഈ കാശ് കൊണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും. ഒന്നുകിൽ ഷെയർ വാങ്ങിക്കും, അല്ലെങ്കിൽ ഒരു ലോങ് റണ്ണിൽ വലിയൊരു ഓഡിറ്റോറിയം കെട്ടിയിടും, അല്ലെങ്കിൽ ബോണ്ട് വാങ്ങിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളെ വാങ്ങിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന പണം എടുത്തിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും. ഈ സെൽഫ് എംപ്ലോയിഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ അദ്ദേഹത്തിന്റെ സമയമാണ് അവിടെ ചെലവഴിക്കുന്നത്. എത്ര സമയം ഈ സെൽഫ് എംപ്ലോയ്മെന്റിൽ ചെലവഴിക്കുന്നോ അതിനനുസരിച്ചാണ് റിട്ടേൺ. ഒരു ഡോക്ടർ രോഗികളെ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ആ ഡോക്ടർ എന്ത് ചെയ്യണം? സമയം ചെലവഴിക്കണം. മനസ്സിലായില്ലേ? അപ്പം അവിടെ ലിവറേജ് ഇല്ല, അവിടെ ട്രേഡിംഗ് ടൈം, നമ്മുടെ സമയമാണ് പണത്തിന് വേണ്ടി നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു എംപ്ലോയി ആണെങ്കിലും നമ്മുടെ സമയം കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ പണമാക്കി മാറ്റുന്നത്. ഒരു സെൽഫ് എംപ്ലോയിഡർ ആണെങ്കിലും രാവിലെ, എനിക്കറിയാം ഇവിടെ പാല് കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചില കടകളിൽ. രാവിലെ 4 മണിക്ക് പാലുകാരൻ വന്ന് വിളിക്കും, ചോദിക്കുന്നേരം ഉറങ്ങാൻ പോലും പറ്റത്തില്ല. സെൽഫ് എംപ്ലോയിയാ, ചോദിക്കുന്നേരം ഉറങ്ങാൻ പോലും പറ്റത്തില്ല. 4 മണിക്ക് വിളിക്കും. അവൻ പിന്നെ കടയൊക്കെ അടച്ചിട്ട് 11 മണി 12 മണിയാകുമ്പോൾ ക്ഷീണിച്ച് പോയി കിടന്നു തുടങ്ങും. ഒരു കുടുംബജീവിതം പോലും ചുവേന്ദ്ര കാണൂല, മക്കളെ ചുവേന്ദ്ര കാണൂല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റൂല, ഒരു ഫംഗ്ഷന് പോകാൻ പറ്റൂല സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പം പക്ഷേ ഈ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയല്ല. അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് പണമാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യാറില്ല. അവരുടെ സമയം ഒരിക്കലും അവര് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അവർക്ക് വേണ്ടി പണം പണിയെടുത്തോണം. അതാണ് അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് മൂന്നാമത്തെ ക്വാഡ്രന്റ്. അപ്പൊ അവർ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ഇൻവെസ്റ്റ്മെന്റിനനുസരിച്ചാണ് അവർക്ക് ഇൻകം കിട്ടുന്നത്. പക്ഷെ ഒരിക്കൽ ഇൻവെസ്റ്റ് ചെയ്താലും അവർക്ക് നിരന്തരമായി എന്ത് കിട്ടും? ഇൻകം കിട്ടും. അതിനെ പാസീവ് ഇൻകം എന്നാണ് പറയുന്നത്. അതിനെ പാസീവ് ഇൻകം എന്നാണ് പറയുന്നത്. അവരൊരിക്കലും നേരിട്ട് അവിടെ പ്രസന്റ് ആവണമെന്നില്ല. ഈ ഇൻവെസ്റ്റേഴ്സ് അവർക്ക് ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടാവില്ല ആ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ബിസിനസ്. ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ ഒക്കെ
നല്ലൊരു ഭാഗം ഷെയർ ഒക്കെ അവർ വാങ്ങിക്കും. കമ്പനിക്കാരായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യും. വർഷം തോറും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ലാഭവിഹിതമായിട്ട് ആ കമ്പനിയിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് ഒരു ഇൻവോൾവ്മെന്റും ഇല്ല അതിനകത്ത്. അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ്. മണി മേക്കിങ്ങിന്റെ മൂന്നാമത്തെ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാ അപ്പൊ നമ്മളോട് പറയുന്നത്? കാര്യമുണ്ട്, അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇവർക്ക് എന്ത് കിട്ടും? ഇൻവെസ്റ്റേഴ്സിന് പാസീവ് ഇൻകം കിട്ടും. കാര്യം അവര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത കാശിൽ നിന്ന് കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അടുത്ത ജനറേഷനും എന്ത് വന്നുകൊണ്ടിരിക്കും? പണം വന്നുകൊണ്ടിരിക്കും. ദെൻ ഫോർത്ത് ക്വാഡ്രന്റ്, ബിസിനസ് ഓണേഴ്സ്. ഈ ബിസിനസ് ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാണ് യഥാർത്ഥത്തിൽ ബിസിനസ്സുകാർ. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബിസിനസ് ഓണേഴ്സ് അവർ ധാരാളം ആൾക്കാരെ അതിനകത്ത് അപ്പോയിന്റ് ചെയ്യും, ധാരാളം ജോലിക്കാരെ അപ്പോയിന്റ് ചെയ്യും. ഈ ബിസിനസ്സുകാരന് ചിലപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഒന്നും ഉണ്ടാവില്ല. അവൻ MBA കാരനെ കൊണ്ടുവരും. വലിയ വലിയ കമ്പനികളിൽ വർക്ക് ചെയ്ത ആൾക്കാരെ മാനേജറായിട്ട് അവൻ ഹയർ ചെയ്യും. ഹയർ ചെയ്തിട്ട് അവൻ അവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കും. എന്തിനു വേണ്ടിയിട്ട്? ആൾക്കാര് ഈ ബിസിനസ്സുകാരന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കും. അവനൊരു ഫാക്ടറി സെറ്റ് ചെയ്യും. ഫാക്ടറി സെറ്റ് ചെയ്തിട്ട് അവിടെ 100 കണക്കിന് ജോലിക്കാരെ അപ്പോയിന്റ് ചെയ്യും. ആ ജോലിക്കാർ ജോലി ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കും അവൻ. ആ സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതും ഈ ആൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നതും. അപ്പം എത്രത്തോളം ജോലിക്കാരെ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് അവർക്ക് റിട്ടേൺസ് വരുന്നത്. അപ്പൊ എത്ര 100 ജോലിക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിട്ടേൺ, 500 ജോലിക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച്, 1000 ജോലിക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിട്ടേൺ. പക്ഷെ ഇദ്ദേഹം പറയുന്നത് കുറഞ്ഞത് 500 പേരെങ്കിലും നിങ്ങളുടെ കമ്പനിയിലോ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിലോ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്കാരായിട്ട് മാത്രമാണ് ഒരു ബിസിനസ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അതിന് താഴോട്ടുള്ളതെല്ലാം എന്താണെന്ന് അറിയാമോ? ഓൺലി സെൽഫ് എംപ്ലോയ്മെന്റ്. അതൊന്നും ഒരു ബിസിനസ്സേ അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓൺലി സെൽഫ് എംപ്ലോയ്മെന്റ്. പിടികിട്ടിയോ നിങ്ങൾക്ക് കാര്യം? അപ്പം ആൾക്കാര് 4 തരത്തിലാണ് പണം ഉണ്ടാക്കുന്നത്. നിങ്ങൾ നോക്കണം. എംപ്ലോയി ആയിട്ടുള്ള ആൾക്കാര് ലോകത്ത് 95% ആൾക്കാരും ഈ എംപ്ലോയിയും സെൽഫ് എംപ്ലോയറുമാണ്. എത്ര ശതമാനം? 95% ആൾക്കാർ. ലോകത്തിന്റെ സമ്പത്തിന്റെ 5% മാത്രമേ ഈ 2 ആൾക്കാരുടെ കയ്യിലുള്ളൂ. ഹലോ, ലോകത്തെ 95% ആൾക്കാർ എംപ്ലോയിയും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ലോകത്തെ സമ്പത്തിന്റെ 5% അവരുടെ കയ്യിലുള്ളൂ. പക്ഷേ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ്സുകാരായിട്ട് ലോകത്തിന്റെ ഇൻവെസ്റ്റേഴ്സുമായിട്ട് 5% ആൾക്കാരേ ഉള്ളൂ. പക്ഷേ ഈ ലോകത്തിന്റെ സമ്പത്തിന്റെ 95%വും ആരുടെ കയ്യില? ഈ ആൾക്കാരുടെ കയ്യില. കാര്യം ഈ ബിസിനസ്സുകാരൻ അവനൊരു ലിവറേജ് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നതിലൂടെ, ജോലിക്കാരായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതിലൂടെ ബിസിനസ്സുകാരൻ ടൈം, എഫേർട്ട്, മണി, ആൾക്കാരെ നിന്ന് പണം കടം വാങ്ങിക്കവൻ, എന്നിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യും. OPM എന്നാ പറയുന്നത്, അതർ പീപ്പിൾസ് മണി. OPT എന്ന് പറയും. ഈ 2 കാര്യം ഉപയോഗിക്കും ബിസിനസ് ഓണേഴ്സ്. OPT എന്ന് പറയാം അതർ പീപ്പിൾസ് ടൈം. അവൻ ശമ്പളം കൊടുത്തിട്ട് മറ്റുള്ളവന്റെ സമയം വിലക്കെടുക്കും. എന്നിട്ട് അവൻ ആർക്ക് വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കും?
നമുക്ക് വേണ്ടി ബിസിനസ് ഓണേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ 95% പണവും ആരുടെ കയ്യിലിരിക്കുന്നത്? ബിസിനസ്സുകാരുടെയിലും ഇൻവെസ്റ്ററുടെ കയ്യിലും ഇരിക്കുന്നത്. അവൻ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കിയിട്ട് അവൻ വീണ്ടും എന്തെന്നറിയാം, അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. വീണ്ടും പണം അവന് വേണ്ടി വർക്ക് ചെയ്തിട്ട് വീണ്ടും അവനെ സമ്പന്നരിൽ അതിസമ്പന്നരാക്കി മാറ്റും. ഡിയർ ഫ്രണ്ട്സ്, ഈ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി ആണ്. ഒരു എംപ്ലോയി, ഞാനിത് വ്യക്തമായി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. An employee is someone who gets paid to work for a person. ഒരു വ്യക്തിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനോ, ഒരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവനോ, ഒരു ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്നവനോ ആയിരിക്കും ഒരു എംപ്ലോയി എന്ന് പറയുന്നത്. അവൻ ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുള്ളത്, അവൻ വാല്യൂ ചെയ്യുന്നത് സെക്യൂരിറ്റിയാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു ജോലി ഉണ്ടല്ലോ. ഹലോ, അത് ഈ സെക്യൂരിറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു ജോലിക്കാരന്റെ മകനെ അവൻ പഠിപ്പിച്ച് ആരാക്കുന്നത്? ജോലിക്കാരനാക്കുന്നത്. അപ്പൊ ഒരു ജോലിക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാവോ? അവന്റെ ഇൻകം എന്ന് പറയുന്നത് അവന്റെ വർക്കിംഗ് അവേഴ്സിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവൻ ആ ജോലിയിൽ കൂടുതൽ സർവീസ് വരും തോറും, അവന് ശമ്പളം കൂടുന്തോറും അവൻ കൊടുക്കുന്ന ടാക്സിന്റെ എമൗണ്ട് കൂടും. അവൻ എടുത്തിട്ടുള്ള ലോണുകളുടെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് കൂടും. കാര്യം ഈ ജോലിക്കാരൻ ഓടിപ്പോയി ഒരു കാർ മേടിക്കും, അവൻ വീട് വെക്കും, പിള്ളേരെ കാണുന്നിടത്തെല്ലാം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കും, അവസാനം ഭയങ്കര കടബാധ്യതകൾ അവൻ ഏറ്റെടുക്കും. അവൻ ആയുഷ്കാലം മൊത്തം ജോലി ചെയ്യുന്നത് ടാക്സ് കൊടുക്കാനും അവനെടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കാനും ആ ലോണിന്റെ പലിശ തിരിച്ചടയ്ക്കാനും വേണ്ടിയിട്ടാണ്. ഡിയർ ഫ്രണ്ട്സ്, ആ ലോണിന്റെ പലിശ തിരിച്ചടയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ജോലിക്കാരൻ എംപ്ലോയി എന്ന് പറയുന്നവൻ ആയുഷ്കാലം പണിയെടുക്കുന്നത്. ഇഫ് യു സ്റ്റോപ്പ് വർക്കിംഗ്, എന്നെങ്കിലും അവൻ ജോലി നിർത്തിയാൽ അതോടുകൂടി അവന്റെ ഇൻകവും സ്റ്റോപ്പ് ആവുകയാണ്. Then yes quadrant, self-employed. For people in the S quadrant, the core value is independence. എനിക്ക് ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. They want freedom. സ്വതന്ത്രമായി പ്രവർത്തിക്കണം. നോട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം. സ്വതന്ത്രമായി പ്രവർത്തിക്കണം. അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യണം. അവനെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടാകാൻ പാടില്ല. അതാണ് ശരിക്കും എസ് ക്വാഡ്രന്റിലുള്ള ആൾക്കാരുടെ വാല്യൂ അല്ലെങ്കിൽ അവന്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സ്മാൾ ബിസിനസ് ഓണേഴ്സ്, മോം ആൻഡ് പോപ്പ് എന്ന് പറയും. കുടുംബപരമായുള്ള ബിസിനസ്സുകൾ, അച്ഛന് കച്ചവടമാണെങ്കിൽ മോനും കച്ചവടം, അങ്ങനെയുള്ള ബിസിനസ്സുകൾ. പ്രൊഫഷണൽസ് സച്ച് ആസ് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ട്, ടീച്ചേഴ്സ്, ഈ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള പ്രൊഫഷണൽസ് ഒക്കെയാണ്. അവരൊക്കെ സ്മാൾ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സ്മാൾ ബിസിനസ് ഓണേഴ്സും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കഷ്ടത്തിൽ കിടക്കുന്നത്, ഈ കൊറോണ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ കഷ്ടത്തിൽ പോയത് ഈ സ്മാൾ ബിസിനസ് ഓണേഴ്സ് ആണ്. അവരെല്ലാം ഒരു ജോലിക്കാരനെ, 2 ജോലിക്കാരനെ അല്ലെങ്കിൽ 5 ജോലിക്കാരനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ശമ്പളം കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിൽ എല്ലാം തകർന്ന് തരിപ്പണമായി പോയി കൊറോണ വന്ന സമയത്ത്. അതുപോലെ തന്നെ പല മേഖലയിലും തൊഴിൽ നഷ്ടപ്പെട്ടു. ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ട ആൾക്കാർ. അപ്പം ഈ ലോയേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും ശരി തന്നെ അവർ പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം വരുമാനം കിട്ടും. എനിക്ക് അവിടെ കൊല്ലത്ത് പങ്കജാക്ഷൻ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭയങ്കര MD ഡോക്ടറാണ്. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നിടത്തോളം കാലം കാശ് കിട്ടും. ഏതെങ്കിലും രോഗികൾ കൊണ്ടുവന്ന് പ്രാക്ടീസ് നിർത്തിയ ഡോക്ടർക്ക് കാശ് കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കുമോ? ഹലോ, നിങ്ങളെയൊക്കെ ഒന്ന് കാണട്ടെ.
ഭയങ്കര പ്രഗത്ഭനായ ഡോക്ടറാണ്. ഏതെങ്കിലും ഡോക്ടർക്ക് രോഗികളുണ്ടെന്ന് കാശ് കൊടുക്കുമോ ഡിയർ ഫ്രണ്ട്സ്? ഇല്ല. ഏതെങ്കിലും വക്കീലിന് നിങ്ങളെ കേസ് വാദിച്ച് അതേ കേസ് വക്കീല് വാദം നിർത്തി കൊണ്ടുവന്ന് കാശ് കൊടുക്കുമോ? ഇല്ല. ഒരു CA കാരൻ, അക്കൗണ്ടന്റ് കാശ് കൊടുക്കുമോ? എന്തില്ല? പാസീവ് ഇൻകം ഇല്ല ഡിയർ ഫ്രണ്ട്സ്, പാസീവ് ഇൻകം ഇല്ല. അവരെന്താണോ അവരുടെ പണി നിർത്തുന്നത് അന്ന് ഇൻകം നിന്ന്. അപ്പം കണ്ടോ, ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഈ ജോലി ഒഴിഞ്ഞിട്ട് ഒന്നിനും സമയമില്ല, എപ്പോഴും ബിസിയാ, തിരക്കാ, ലൈഫ് എൻജോയ് ചെയ്യാൻ സമയമേ കിട്ടുന്നില്ല. ഇനി I ക്വാഡ്രന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ ക്വാഡ്രന്റിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഫൈനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കുന്ന ആൾക്കാരാണ്. കാര്യം അവർക്ക് വേണ്ടി പണമാണ് വർക്ക് ചെയ്യുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ചില കമ്പനികളുടെയൊക്കെ ഷെയർ 3/4 ഭാഗം ഇഞ്ഞ് വാങ്ങിക്കും, അല്ലെങ്കിൽ ഗോൾഡിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, അവർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. പേപ്പർ അസറ്റ്സ് ഉണ്ട്, കോടികൾ കൊടുത്തിട്ട് വാങ്ങിക്കുന്നത് വെറും പേപ്പറാണ്. സ്റ്റോക്ക്, ഷെയർ, ബോണ്ട്, മ്യൂച്വൽ ഫണ്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അവർക്ക് വരുമാനമാണ്, അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, അതുപോലെ ടൈം ഫ്രീഡം ഉണ്ട്. രണ്ടും അവർ ആസ്വദിക്കുന്ന ആൾക്കാരാണ്. ഇനി നാലാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് B ക്വാഡ്രന്റിലുള്ള ആൾക്കാരാണ്. The people start from nothing and build a great business are in the B quadrant. ഈ ബിസിനസ്സുകാരെന്ന് പറയുന്നത് അവർക്ക് നേരത്തെ ഇൻവെസ്റ്റേഴ്സിനെ പോലെ തുടക്കത്തിലെ കാശൊന്നും ഉണ്ടാവില്ല, ഒന്നും കാണൂല, ചിലപ്പം കയ്യിൽ വെറും കാലി പോക്കറ്റായിട്ട്. നീരുഭായ് അംബാനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അയാൾ എവിടായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഒരു പെട്രോൾ പമ്പിലെ പെട്രോൾ ബോയ് ആയിരുന്നു അംബാനി. ഒന്നുമില്ലാത്തവനായിരുന്നു. ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞ ആളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒന്നുമില്ലായിരുന്നു അയാളുടെ കയ്യിൽ. ഒരു കാറിനെ കുറിച്ച് അയാൾ സ്വപ്നം കാണുമ്പോൾ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്നും അവർ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്ത് സമ്പന്നരാകുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയും. ഈ ബിസിനസ്സുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് പീപ്പിൾ വിത്ത് എ പവർഫുൾ ലൈഫ് മിഷൻ. ലൈഫിൽ അവർക്കൊരു മിഷൻ ഉണ്ട്, ദൗത്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, ആയേ പറ്റൂ എന്നുള്ള ഉറച്ച ആ ദൗത്യത്തോടെ മുന്നേറുന്ന ആൾക്കാരാണ് ഈ ബിസിനസ് പീപ്പിൾ എന്ന് പറയുന്നത്. അവർ ടീം വർക്കിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല. നമ്മളെ കൊല്ലത്ത് യൂനുസ് കുഞ്ഞെന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരനുണ്ട്, കശുവണ്ടി മുതലാളിയാണ്. അതുപോലെ അദ്ദേഹം സ്വന്തമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം 4ാം ക്ലാസ്സാണ്. ഡോക്ടറേറ്റ് ഉള്ള ആൾക്കാരെയാണ് അദ്ദേഹം എടുത്ത് എവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം അദ്ദേഹം ടീം വർക്കിൽ വിശ്വസിക്കുന്നു. അപ്പൊ ആ എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്യാണ്. ഹയർ ചെയ്തിട്ട് അവരുടെ ടൈം, അവരുടെ നോളജ്, ഇതെല്ലാം ഹയർ ചെയ്താണ് ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നത്? അവര് വളരുന്നത്. അപ്പൊ അവര് ധാരാളം ആൾക്കാരുമായി ചേർന്ന് ടീമായിട്ട് വർക്ക് ചെയ്തിട്ട് അവരൊരു സാമ്രാജ്യം ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ആ പോസിബിലിറ്റീസ് കണ്ടുകൊണ്ട്, സാധ്യതകളെല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് സമ്പന്നതയിലേക്ക് അവർ കുതിക്കുകയാണ്. പണം ഉണ്ടാക്കിയിട്ട് അവർ വീണ്ടും ആ പണം എടുത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. They use the benefits of OPT, other people's time. കണ്ടോ, മറ്റുള്ളവരുടെ സമയം ഉപയോഗപ്പെടുത്തി കാശുണ്ടാക്കുന്ന ആൾക്കാരാണ് ബിസിനസ്സുകാരെന്ന് പറയുന്നത്.
They use benefits of opium, other people's money. ഷെയർ ഒക്കെ കൊണ്ടുവന്നിട്ട് മാർക്കറ്റിൽ അങ്ങോട്ട് അവർ വിൽക്കാൻ തുടങ്ങും. അവരെ ചിലപ്പോൾ കാശൊന്നും കാണത്തില്ല ബിസിനസ്സുകാരൻ്റെ റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഒരു നല്ല ബിസിനസ് ചെയ്ത് അവനൊന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഷെയർ കൊണ്ടുവന്ന് മാർക്കറ്റിൽ കാണിച്ചാൽ ആളുകൾ ചൂടപ്പം പോലെ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പം മറ്റുള്ളവന്റെ പണം എടുത്തിട്ട് ഇപ്പം വീണ്ടും എന്ത് ചെയ്യും? ബിസിനസ് ചെയ്ത് എന്തുണ്ടാക്കും? ഹലോ, പണം ഉണ്ടാക്കും. അവൻ കാശുണ്ടാക്കും, പണം ഉണ്ടാക്കും. മനസ്സിലായോ? OPT ആൻഡ് OPM മറന്നു പോകരുത്. ദേ ഹാവ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആൻഡ് ടൈം ഫ്രീഡം. ഇങ്ങനെയുള്ള ആൾക്കാർ ഇവർ ഒരിക്കലും ഫുൾ ടൈം ഒന്നും ഒരിക്കലും ഒരു ബിസിനസ്സിൽ ഇൻവോൾവ് ആവില്ല. അവരൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയാം, എൻ്റെ സീനിയർ ആയിട്ടുള്ള ജെബി സാറ്, അദ്ദേഹത്തിന്റെ ചെഫ് കിങ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് അദ്ദേഹം പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്, കണക്കുകൾ കൃത്യമായി അവിടെ വരും. മാനേജറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ വലിയ വലിയ ബിസിനസ്സുകാര് അവരൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ 100 സമയം ആ ബിസിനസ്സിന് വേണ്ടി ഒന്നും അവരെ സമയം ചെലവഴിക്കത്തില്ല. അവർ ട്രാവൽ ചെയ്യും, ആവശ്യമുള്ളിടത്ത് അവർ ട്രാവൽ ചെയ്യും, കുടുംബമായിട്ട് പോവും, അല്ലാതെ പോവും, എൻജോയ് ചെയ്യും ലൈഫ്. പക്ഷെ പണം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ എന്ത് വന്നുകൊണ്ടേയിരിക്കും? പണം വന്നുകൊണ്ടേയിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, പണം ഉണ്ടാക്കാനുള്ള 4 മാർഗം ലോകത്ത് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള 4 മാർഗമാണ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയത്. ഇതിനകത്ത് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഹലോ, അല്ല, ഞാൻ എല്ലാവരെയും ഒന്ന് ആലോചിക്കുകയാണ്. ഈ ക്വാഡ്രന്റ് എന്താണെന്ന് മനസ്സിലായോ? 4 ക്വാഡ്രന്റ് മനസ്സിലായോ സാർ? എല്ലാവർക്കും മനസ്സിലായോ? ശരി ഡിയർ ഫ്രണ്ട്സ്, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ബി ക്വാഡ്രന്റ്. ഈ ബിസിനസ് ചെയ്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സമ്പന്നരായ ആൾക്കാരാണ് തോമസ് ആൽവ എഡിസൺ, ഫൗണ്ടർ ഓഫ് ജനറൽ ഇലക്ട്രോണിക്സ്, ഹെൻറി ഫോർഡ് കമ്പനിയുടെ ബിൽ ഗേറ്റ്സ്, 100 കണക്കിന് എഞ്ചിനീയർമാർ, 1000 പതിനായിരക്കണക്കിന് എഞ്ചിനീയർമാരെ അവരുടെ സമയം വിലക്ക് വാങ്ങിയിട്ടാണ് ബിൽ ഗേറ്റ്സ് ആരായത്? സമ്പന്നരായത്. ധിരുഭായ് അംബാനി, രവിപിള്ള, ആര് തന്നെയായാലും. Why direct selling is a big quadrant? നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പറയുന്ന ഇൻഡസ്ട്രി ഏത് ക്വാഡ്രന്റിലാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എംപ്ലോയി ആണ്. നമ്മൾ എംപ്ലോയി ആണോ? അല്ല. രണ്ടാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് എംപ്ലോയി ആണ്. ആണോ? അല്ല. മൂന്നാമത്തെ ക്വാഡ്രന്റ് എന്താണ്? ഇൻവെസ്റ്റർ. നമ്മൾ എന്താ ഇൻവെസ്റ്റ് ചെയ്ത മോഡിക്കറില്? അതുമല്ല. Then what we are doing? Investment. We are doing a business. Multi-billion business. നമുക്ക് വേണ്ടി കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് മോഡിക്കർ. ഇവിടെ ഒരു ഇൻവെസ്റ്റർ ഉണ്ട്, മോഡി കെയർ, മോഡി ഗ്രൂപ്പ്. നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. കമ്പനി പറയുന്നത് നിങ്ങൾ എല്ലാവരും ബിസിനസ്സുകാരന്മാരാണ്, നിങ്ങൾ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാനാണ് കമ്പനി പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ മോഡി കെയറിന്റെ ബിസിനസ് ബി ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. In direct selling, you can build a big network of people and can earn massive amount of money. ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ബിസിനസ്സില് നമുക്കൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ഹ്യൂജ് ഇൻകം ഏൺ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുള്ള ബിസിനസ്സാണ് മോഡിക്കന്റെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. കാര്യം ആൾക്കാരുടെ ടൈം നമുക്ക് വിലക്ക് വാങ്ങിക്കാൻ പറ്റും ഇതിനകത്ത്.
വില കൊടുക്കാതെ വാങ്ങിക്കാൻ പറ്റും. സാധാരണഗതിയിൽ കമ്പനിക്കാർ ശമ്പളം കൊടുത്തിട്ടാണ് അവരുടെ സമയം എന്ത് ചെയ്യുന്നത്? ഹലോ, വിലയ്ക്ക് വാങ്ങുന്നത്. ഇവിടെ നമ്മൾ ശമ്പളം കൊടുത്തിട്ടാണോ വിലയ്ക്ക് വാങ്ങുന്ന ആൾക്കാരുടേത്? അല്ല, ഓപ്പർച്യൂണിറ്റി അല്ല, അവരുടെ ജീവിതം മാറ്റാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ടാണ് ആ സമയം നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? Direct selling or network marketing is for people who want to enter into a world of B quadrant. ഒരു ബിസിനസ്സുകാരനായി മാറണമെന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഒരു ബിസിനസ്സുകാരനായി മാറാനുള്ള അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ അവസരം ഓരോ ഇന്ത്യക്കാരനും ഓരോ സാധാരണക്കാരനും പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 ആൾക്കാരെക്കാൾ കൂടുതൽ ആൾക്കാരുള്ളൊരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് എവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 4 പേരെ കൊണ്ടുവന്നിട്ട് അവരുടെ കൂടെ ഒരു 10-200 ആൾക്കാരുണ്ടെങ്കിൽ 800 ആൾക്കാരുള്ള ഒരു നെറ്റ്വർക്കായി. ഒരു ടീമിൽ നിങ്ങളൊരു ഓർഗനൈസേഷനിൽ 100 പേരുണ്ടെങ്കിൽ 400 പേരുണ്ടായി. 5 ഓർഗനൈസേഷനുള്ള 500 പേരായി. നിങ്ങളൊരു ബിസിനസ് ഓണർ ആവും. അതിൽ കുറച്ചാണെങ്കിൽ നിങ്ങൾ ആര് മാത്രമാണ്? ഹലോ, സെൽഫ് എംപ്ലോയിഡ്. You are only a self-employed. Yes. Hello. Yes. Hello, yes, dear sir. friends. Yes. Yes, sir. നിങ്ങൾ ഒരു സെൽഫ് എംപ്ലോയി ആകാൻ ആഗ്രഹിക്കുന്നു അതോ ബിസിനസ് ഓണർ ആകാൻ ആഗ്രഹിക്കുന്നു? ഡിയർ ഫ്രണ്ട്സ്, ബിസിനസ് ഓണർ. ബിസിനസ് ഓണർ. 4-5 ആൾക്കാരെ സ്പോൺസർ ചെയ്തിട്ടാണോ നിങ്ങൾ ബിസിനസ് ഓണർ ആകാൻ പോണത്? എനിക്ക് കാണാം നിങ്ങൾ എത്ര പേരെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ 600 പേരെ നേരിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് മോഡിക്കേറിൽ. 600 പേരെ അറിയാമോ നിങ്ങൾക്ക്? കാര്യം ഞാൻ ഈ ബിസിനസ് പഠിച്ചിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഐ എം എ ബിസിനസ് മാൻ. യു നോ, think like a businessman, not as a poor man. Not as a poor man. Your mindset is the big problem. നിങ്ങൾക്ക് 100 കണക്കിന് ആൾക്കാരെ നേരിട്ട് മോഡിക്കേറി സ്പോൺസർ ചെയ്യാൻ കഴിയും ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ 4-5 ആൾക്കാരെ സ്പോൺസർ ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. നിങ്ങളുടെ ചുറ്റും 100 കണക്കിന് ഫാമിലിക്ക് അധിക വരുമാനം ആവശ്യമുണ്ട്. അവർക്ക് സ്വപ്നങ്ങളുണ്ട്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ ഈ ബിസിനസ് പറഞ്ഞു കൊടുക്കണം. ദി ഇൻകം പൊട്ടൻഷ്യൽ ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഈസ് അൺലിമിറ്റഡ്. അതുകൊണ്ടാണ് ഇതൊരു ബിസിനസ് ആണെന്ന് പറയുന്നത്. Why direct selling is B quadrant? We use OPT. നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് മറ്റുള്ളവരുടെ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ സമയം ഉപയോഗപ്പെടുത്തി ഡെവലപ്പ് ചെയ്യുന്ന ബിസിനസ്സിന് എന്ത് പറയും? സംവിധാനത്തെ, സിസ്റ്റത്തിന് എന്ത് പറയും? ഹലോ, അങ്ങനെയുള്ള സംവിധാനത്തിനാണ് എന്തെന്ന് പറയുന്നത്? ബിസിനസ് ഇൻഡസ്ട്രി. ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിൽ ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേരുടെ സമയം ആരുടെ സമയമാണ്? നമ്മുടെ സമയമാണ്. We use OPM. ബിസിനസ്സില് OPM എന്ന് പറഞ്ഞാൽ അതർ പീപ്പിൾസ് മണിയാണ്. പക്ഷെ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ, ഡയറക്ട് സെല്ലിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന OPM എന്ന് പറഞ്ഞാൽ അതർ പീപ്പിൾസ് മാർക്കറ്റ് ആണ്. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് മാർക്കറ്റ് നിങ്ങൾക്ക് ഡയറക്ട് സെല്ലിംഗിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും? യു ആർ ഡൂയിങ് എ ബിസിനസ്. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ ഡയറക്ട് സെല്ലിംഗ്. We use OPD.
OPD എന്താണെന്നറിയാമോ? അതർ പീപ്പിൾസ് ഡ്രീംസ്. നമ്മുടെ കൺവെൻഷണൽ ബിസിനസ്സിലെ ഒരു ബിസിനസ്സുകാരനും അതിനകത്ത് ജോലിക്കാരന്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവൻ ഒരിക്കലും വർക്ക് ചെയ്യില്ല. പക്ഷെ ഇവിടെ ഈ ബിസിനസ്സുകാരനായ നിങ്ങൾ നിങ്ങളുടെ ഡൗൺ ലൈൻസിന്റെ ഡ്രീംസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാണ്. ആ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ സമ്പത്തായി മാറുന്നത്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, Yes. we use OPE, other people's effort. മറ്റുള്ളവരുടെ അധ്വാനം നിങ്ങളുടെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. സോ ഇറ്റ് ഈസ് എ ബിസിനസ്. ബിസിനസ്സിൽ ലിവറേജ് കിട്ടും. ബിസിനസ്സിൽ പാസീവ് ഇൻകം ഉണ്ട്. യു ആർ ഇൻവെസ്റ്റർ. യു ആർ ആൻ ഇൻവെസ്റ്റർ. കാര്യം ഈ 4 OPTയും OPMും OPDയും OPEയും നിങ്ങൾ ഈ ബിസിനസ്സിൽ ഉപയോഗപ്പെടുത്തുമ്പോ യു ആർ ആൻ ഇൻവെസ്റ്റർ. യു വിൽ ഗെറ്റ് പാസീവ് ഇൻകം. The financial freedom happens when you have people working for you. നിങ്ങൾക്ക് വേണ്ടി 100 കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം വരുന്നത്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിച്ചാൽ ഫൈനാൻഷ്യൽ ഫ്രീഡം കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി പണം വർക്ക് ചെയ്യും. കാര്യം പണം വന്നുകൊണ്ടേയിരിക്കും. നിലയ്ക്കാത്ത പണം ഡയറക്ട് സെല്ലിങ്ങിലൂടെ. അതുകൊണ്ടാണ് ഈ ബിസിനസ്സിനെ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനെ ബി ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? Yes, sir. Get rich. You get rich by building your list. നിങ്ങൾ ഇനിയും നിങ്ങളെ ഡൗൺലൈൻ ആയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാത്ത നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാരുണ്ട്. ഈ അതിസമ്പന്നമായ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി യു ബിൽഡ് ലിസ്റ്റ്. നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്ക്. നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ ലിസ്റ്റ് ഉണ്ടാക്ക്. അതിസമ്പന്നരായ ബിസിനസ്സുകാർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അവരെക്കാൾ കഴിവുള്ള ആൾക്കാരെയാണ് അവരെവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്? Key postൽ അവരുടെ എംപ്ലോയീസ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ആൾക്കാരിലേക്കാണ് നിങ്ങൾ ഈ ബിസിനസ്സുമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയാണോ? Yes. ഒരു ബിസിനസ്സുകാരൻ അവനേക്കാൾ കഴിവുള്ള ആൾക്കാരെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് ആ ബിസിനസ് വിജയിക്കുന്നത്. യു ആർ വർക്കിംഗ് ഇൻ എ പ്യുവർ മാൻസ് മൈൻഡ് സെറ്റ്. സമ്പന്നൻ എന്താണ് ചെയ്യുന്നത്? അവനേക്കാൾ മിടുക്കരായ ആൾക്കാരെയാണ് ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. അവന്റെ ജോലിക്കാരായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ബിസിനസിന്റെ അവന്റെ MD ആയിട്ട്, അവനേക്കാൾ നല്ല ടെക്നിക്കൽ നോഹോ ഉള്ളവനെ എഞ്ചിനീയർ ആയിട്ട് അവൻ അപ്പോയിന്റ് ചെയ്യും. അവന്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്യും? ജോലിക്കാരായിട്ട് മിടുക്കരായിട്ടുള്ള. അതുപോലുള്ള മിടുക്കരായ ആൾക്കാരെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരണം ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾ ഒരു ഓഫീസിൽ ചെന്ന മേലുദ്യോഗസ്ഥനോട് ബിസിനസ് പറയത്തില്ല. ആദ്യം പ്യൂണിനെ പിടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് അവനെ കൊണ്ട് അവിടെ സാധനം വെപ്പിക്കും. പിന്നെ ആ മേലുദ്യോഗസ്ഥ ഒരിക്കലും ഇവിടെ ജോയിൻ ചെയ്യത്തില്ല. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ലപ്പാ മേലുദ്യോഗസ്ഥനോട് ഈ ബിസിനസ് പറയാൻ. ബിക്കോസ് യു ആർ തിങ്കിങ് പുവർ. ഇവിടെ 150 ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. ഇന്ന് 70 പേരാ ഉള്ളത്. 80 ആൾക്കാർ തിങ്കിങ് പുവർ.
Yes. I Yes. don't want these people. ദൈവം തമ്പുരാൻ പോലും അവരെ മാറ്റിയെടുക്കാൻ കഴിയില്ല. ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, അബണ്ടൻസ് ഓഫ് വെൽത്ത് ഉണ്ടാക്കുന്ന ഓപ്പർച്യൂണിറ്റി. ബിസിനസ്. ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ ഡിയർ ഫ്രണ്ട്സ്? Correct. Correct. Sir, Correct answer. So bring the big fishes. SLC തോറ്റ് നിൽക്കുന്നവനെ കൊണ്ടുവരാതെ MBA കാരനെ കൊണ്ടുപോവാ മോഡിക്കേറിലേക്ക്. ഫൈനാൻഷ്യൽ അക്കൗണ്ടൻസി പഠിച്ചവനെ കൊണ്ടുപോവാ, PhD കാരനെ കൊണ്ടുപോവാ, ഡോക്ടറെ കൊണ്ടുപോവാ. നിങ്ങൾക്ക് സമ്പത്ത് വരും. എങ്ങനെയാ ബിസിനസ്സുകാരൻ പണം ഉണ്ടാക്കുന്നത്? മോഡിക്കൽ ഇന്ന് വരെ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട ക്രീമിലുള്ള ആൾക്കാർ ഇന്ന് വരെ വന്നിട്ടില്ല. ഹലോ. ഇതിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട യഥാർത്ഥ കസ്റ്റമേഴ്സ് ഇന്ന് വരെ മോഡിക്കൽ കടന്നു വന്നിട്ടില്ല. ബിക്കോസ് നമ്മുടെ ആൾക്കാർക്ക് ഭയമാണ് അവരോട് ബിസിനസ് പറയാൻ. സമ്പത്തുള്ളവനാണ് കൂടുതൽ സമ്പത്ത് ആവശ്യം. എന്റെ നീസ്, എന്റെ പെങ്ങളെ മോള് മോഡിക്കേറിൽ പണ്ട് എനിക്ക് 50,000 രൂപ കിട്ടുമ്പം അവള് ചോദിക്കുമായിരുന്നു, മാമ ഈ 50,000 രൂപ എന്ത് ചെയ്യുന്നു ഈ പണമൊക്കെ? ഇന്ന് അവള് വലിയ എഞ്ചിനീയറാ, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വലിയ ശമ്പളം വാങ്ങിക്കുന്നവളാ. അവള് വലിയ ശമ്പളം വാങ്ങിച്ച് അത് മീറ്റ് ചെയ്തപ്പോ എന്നെ വിളിച്ചു പറഞ്ഞു, മാമ പണ്ട് ഞാനൊരു തെറ്റായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി ഈ വലിയ വരുമാനം വരുമ്പോഴാണ് വലിയ ചെലവുകൾ വരുന്നത്. എൻ്റെ ഓഫീസിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങിക്കുന്നത് പിയൂണാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വലിയ ശമ്പളം വാങ്ങിക്കുന്ന വൈസ് ചാൻസലറാണ്. പിയൂണിന്റെ ശമ്പളം ഇതാണെങ്കിൽ അവന്റെ ആവശ്യം ഇതാ, പക്ഷെ വൈസ് ചാൻസലറുടെ ശമ്പളം ഇതാ, അങ്ങേരെ ആവശ്യം ഏതാ? അതിലും വലുതാ. മനസ്സിലാവുന്നുണ്ടോ? Yes. വലിയ വലിയ ആവശ്യക്കാരനെ കൊണ്ടുവരണം നിങ്ങൾ ബിസിനസ്സിലേക്ക്. അവര് കാത്തിരിക്കുക. നമ്മൾ എങ്ങോട്ടാ നോക്കേണ്ടത്? മേപ്പോട്ട് നോക്കണം. ഹലോ. Yes. ഉയരങ്ങളിലേക്ക് നോക്കണം. മണ്ണിര നോക്കുന്നതൊക്കെ നോക്കരുത്. അവസാനം കുഴിഞ്ഞു കുഴിഞ്ഞ് അവിടെ നിൽക്കും. പലവരുടെയും ബിസിനസ് പോകുന്ന പോക്ക് ഞാൻ കാണുന്നുണ്ട്. കീഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. കാര്യം നമ്മൾ ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ് ഡിയർ ഫ്രണ്ട്സ്. അബണ്ടൻസ് ഓഫ് വെൽത്ത് ഉണ്ടാകുന്ന ബിസിനസ്സാണ്. നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം വിളിച്ചാൽ 1000 പേരെ നിങ്ങൾ വിളിക്കും. എത്ര ആൾക്കാരെ നിങ്ങൾ ഇതുവരെ മോഡിക്കേറി ജോയിൻ ചെയ്യിപ്പിച്ചു? എത്ര പേരോട് പറയാൻ നിങ്ങൾ ധൈര്യം കാണിച്ചു? ഇത്രയും വലിയ സാധ്യതയുള്ള ഈ ബിസിനസ്സിൽ നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ എത്ര ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി? പ്രോസ്പെക്ട് ലിസ്റ്റ്. യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇവരെയൊക്കെ വേറെ ആൾക്കാർ ജോയിൻ ചെയ്യിപ്പിച്ചോളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ബൈ ബിൽഡിംഗ് ഡ്രീംസ്. നിങ്ങളുടെ ഡൗൺലൈൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ അവരെ ധൈര്യപ്പെടുത്തൂ. അവർ കൊണ്ടുവരും ബിസിനസ്. ആരെ ധൈര്യപ്പെടുത്തണം? ഡൗൺലൈൻസിനെ ധൈര്യപ്പെടുത്തണം. ബൈ യൂസിങ് OPT. Get rich. By using OPM, other people's market. നമ്മളെ പോൾ ജെട്ടി എന്ന് പറയുന്ന ആളാണിത്. US Oil King. I would rather have 1% of the effort of 100 men than 100% of my own effort.
നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ കൊണ്ടുവരണം ഡയറക്ട് സെല്ലിംഗിലേക്ക്. ഇതിന്റെ ഗോൾഡൻ എറയാണ്. കാറ്റർപില്ലർ പൂപ്പയായി മാറുന്ന പോലെ ആ പൂപ്പയിൽ നിന്നും ചിത്രശലഭമായി മാറാൻ കുറച്ച് പ്രയാസമുണ്ട്. ആ പ്രയാസം സഹിക്കേണ്ട പീരീഡാണ് പുഴുവിൽ നിന്നും പ്യൂപ്പയിലേക്ക് പോയി അവിടെ നിന്ന് പൊട്ടിച്ച് ചിറകുകൾ വിരിച്ച് പറന്നുയരുന്ന ഒരു ശലഭമായി നിങ്ങൾ മാറണം. ആ എഫേർട്ട് എടുക്കേണ്ട പീരീഡാണ് നമ്മുടെ ഇനിയുള്ള 5 മാസം എന്ന് പറയുന്നത്. 1 മാസം തീരാറായി. Are you ready? Yes, sir. Yes, sir. Are you Yes, ready? sir. You're already ready. I'm ready, sir. I'm We ready. all- already ready. ഇതിനൊരു ബിസിനസ്സായി നിങ്ങൾ കാണാൻ തയ്യാറാണോ? Yes. അതെ. Bring more and more people. എല്ലാവരോടും മോഡി കെയർ പറയണം. ചേരുവോ ചേരാതിരിക്കുക അതൊക്കെ പിന്നത്തെ കാര്യം. എല്ലാവർക്കും നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്തിട്. ഫ്രീ മെമ്പർഷിപ്പ് അല്ലേ, ജോയിൻ ചെയ്യിപ്പിച്ചിട്. ഇല്ലെങ്കിൽ വേറെ ആൾക്കാർ വന്ന് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യിപ്പിക്കും. ജോയിൻ ചെയ്യിപ്പിക്കും. ചെയ്യുകയും ചെയ്യാതിരിക്കുന്നതൊക്കെ പിന്നത്തെ കാര്യം. എന്നിട്ട് അവർക്ക് 50% വില കുറച്ച് കിട്ടുന്ന സാധനം അങ്ങോട്ട് പറ. ഹലോ, Yes. Yes. ഇനി പോയി ആരോ ജോയിൻ ചെയ്യിപ്പിക്കരുത്. പിയൂണ ജോയിൻ ചെയ്യിപ്പിക്കുക. ആദ്യം അവിടുത്തെ മേലുദ്യോഗസ്ഥനെ ജോയിൻ ചെയ്യിപ്പിക്കണം. കമ്പനി പോയ കമ്പനിയുടെ ഓണർ ആദ്യം ജോയിൻ ചെയ്യിപ്പിക്കണം. അവൻ പറഞ്ഞാൽ ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ഈ പിയൂണ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് പിയൂണിന്റെ അണ്ടറിൽ ജോയിൻ ചെയ്യിപ്പിക്കാനാണ് ഓണറെ കൊണ്ടുപോകുന്നത്. യു ആർ വർക്കിംഗ് ഓൺ ഹിസ് ഈഗോ. ഹലോ. Yes, yes. So only you can change the world. പുടി കിട്ടിയാച്ചാ? Yes, pretty good. Sir. Simply do it, dear friends. Yes, yes. വളരെ മനോഹരമായ ഒരു ലോകം. കാറ്റർപില്ലറിൽ നിന്ന് ഒരു ബട്ടർഫ്ലൈ ആയി മാറാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വിഷ് യു ആൾ ദി സക്സസ്. താങ്ക് യു വെരി മച്ച്.